ശ്രീ എം ജയേന്ദ്രൻ, പൊളിറ്റിക്സ് കൊണ്ടുവരുമ്പോൾ ഇത്തരം വിമർശനങ്ങൾ സർക്കാർ ഇതിൽ സ്വന്തമായൊരു നിലപാടെടുത്ത് നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാരിന് പോകാൻ പറ്റില്ല. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം, അതിലെന്തുകൊണ്ട് ഈ ക്രിസ്തുമത വിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസത്തിലേക്കോ അതിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിലേക്കോ പോകാൻ ധൈര്യം കാണിക്കുന്നില്ല എന്ന ചോദ്യത്തിന് സർക്കാർ മറുപടി പറയണ്ടേ? വെക്കാനൊന്നും പറ്റില്ലല്ലോ. അത് ആ ഓപ്പൺനെസ് കാണാൻ മടിക്കുന്നതുകൊണ്ടേ ഉള്ളൂ ഇത്തരം വിമർശനങ്ങൾ വരാൻ കാര്യം. ഒരു ഉദാഹരണം പറയാം. ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ, അതാണല്ലോ ഒരു പരാമർശം. പിന്നെ ക്രിസ്ത്യാനികൾ, പിന്നെ ഹിന്ദുക്കൾ, അത് മുസ്ലിങ്ങളെ തന്നെ എടുക്കൂ. കേരളത്തിലെ മുസ്ലിങ്ങളിൽ അവരുടെ വീടുകളിൽ എന്താണ് ഉറുദു സംസാരിക്കാത്തത്? മറ്റ് രാജ്യത്തെ മറ്റിടങ്ങളിൽ അങ്ങനെയല്ലല്ലോ. വീടുകളും ഉറുദു ആണല്ലോ സംസാരിക്കുന്നത്. അതെന്താണ് പഠന വിധേയമാക്കാത്തത്? അല്ലെങ്കിൽ ഈ സമുദായ നേതാക്കൾ മറ്റാൾക്കാർ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാത്തത്? അത്രത്തോളം അവർ കേരളത്തിൻ്റെ ആ സെക്യുലർ ഫാബ്രിക്കുമായിട്ട് ഇഴുകിച്ചേർന്നാണ് ജീവിക്കുന്നത്. അവർക്കറിയാത്തത് കൊണ്ടല്ല, ഉറുദു അറിയാത്തത് കൊണ്ടല്ല അവർ ഉറുദു സംസാരിക്കാത്തത്. അത് അവരുടെ ശീലം അതാണ്. കേരളീയ പൊതുസമൂഹത്തിൽ അവർ ജീവിക്കുന്ന രീതിയും ശീലവും ശൈലിയും ഭാഷയും അതാണ്. അത് ഇപ്പോ ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. അത് രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ടാണോ? രാഷ്ട്രീയക്കാരുടെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഇടപെട്ട് അങ്ങനെ ചെയ്യിച്ചു എന്നാണോ? അല്ല, അത് ഉൽപ്പതിഷ്ണുക്കൾ ഓരോ സമുദായത്തിലും ഉണ്ട് സാർ. അത് അറിയാത്ത ആളൊന്നുമല്ലോ താങ്കൾ. ആ ഉൽപ്പതിഷ്ണിത്വം ഓരോ സമുദായത്തിലും വിവിധ ഘട്ടങ്ങളിൽ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിലയ്ക്കൽ സമരത്തിന്റെ ആ ഒരു പശ്ചാത്തലം ഞാൻ പറയേണ്ടതില്ല താങ്കളോട്, അങ്ങനെയൊക്കെ നന്നായിട്ട് അറിയാം. ശ്രീ കെ സോമനും അതൊക്കെ അറിയാവുന്ന ആൾ തന്നെ, നന്നായിട്ട് തന്നെ. അദ്ദേഹം അതിൽ പങ്കാളിയുമായിരുന്നു ആ സമയത്ത്. അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. കേരളത്തിലെ ഒരു ജാതി മത സമൂഹങ്ങളും പരിഷ്കരണവാദപരമായ നിലപാടുകളോട് മുഖം തിരിച്ച് നിന്നിട്ടേയില്ല. നമ്മളുടെ നാളിതുവരെയുള്ള പാരമ്പര്യവും ചരിത്രവും അത് തന്നെയാണ് നമ്മളെ നിരന്തരം പഠിപ്പിച്ചു പോരുന്നത്. നമ്മൾ ഇനി വരുന്ന തലമുറയിൽ അത് തന്നെയാണ് പഠിച്ചു വരേണ്ടത്. അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള ഈ NSS ജനറൽ സെക്രട്ടറി അതിന്റെ നിഷേധവശം ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് അദ്ദേഹം പറയുന്ന മുഴുവൻ നിഷേധാത്മകതയാണ് എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല, തയ്യാറല്ല, ഞാൻ അങ്ങനെ പറയുന്നുമില്ല. ഇപ്പൊ ഈ ഷർട്ടിടാതെ അകത്ത് കയറാൻ കഴിയുന്നില്ലെങ്കിൽ, അങ്ങനെ ഷർട്ടിട്ടില്ലെങ്കിൽ എന്നെ അകത്ത് കയറ്റുന്നില്ലെങ്കിൽ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി ആൾക്കാരില്ലേ, ഭക്തരില്ലേ, വിശ്വാസികളുണ്ടല്ലോ. അപ്പൊ അത് ഒരു കാലത്ത് അങ്ങനെ വരുന്നെങ്കിൽ എനിക്ക് കയറിയാൽ മതി എന്ന് കരുതി നിൽക്കുന്നവരുണ്ട്. പക്ഷേ സ്വാമി സച്ചിദാനന്ദനെ പോലുള്ളവർ അത്തരം ആചാരങ്ങൾ SNDP ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മം പരിപാലിക്കുന്ന ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലെങ്കിലും അത്തരത്തിലുള്ള അതെ അതാണ് പറയുന്നത്. അത് നമ്മൾ അതിലെ ഉൽപ്പതിഷ്ണിത്വമാണ് കാണേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ശരി, ഞങ്ങൾ നടപ്പാക്കി, നിങ്ങളും ചെയ്ത് കാണിക്കൂ എന്നാണ് പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.